നിങ്ങൾക്കറിയാമോ, നമ്മൾ ഓരോ രാത്രിയും സ്വപ്നം കാണുന്നുണ്ടെങ്കിലും പലതും നമ്മൾ മറന്നു പോകുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിന് പിന്നിൽ ശക്തമായ ശാസ്ത്രീയ പ്രക്രിയകളുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് REM റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് എന്ന ഘട്ടത്തിൽ മസ്തിഷ്കം സജീവമാകുന്നു. ചിലപ്പോൾ ഉണർന്നിരിക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ പ്രവർത്തനം ഇവിടെ നടക്കാം. ഈ സമയത്ത് ഓരോ ദിവസവും ലഭിച്ച വിവരങ്ങൾ മസ്തിഷ്കം ക്രമപ്പെടുത്തി ദീർഘകാല ഓർമ്മകളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയയാണ് മെമ്മറി കൺസോളിഡേഷൻ. അതുകൊണ്ടാണ് സ്വപ്നങ്ങളിൽ പരിചയമുള്ള ആളുകളും സ്ഥലങ്ങളും കൂടുതലായി കാണുന്നത്. പഴയ ഓർമ്മകളും പുതിയ അനുഭവങ്ങളും ചേർത്ത് മസ്തിഷ്കം ഒരു റീമിക്സ് ഉണ്ടാക്കുന്നത് പോലെയാണ് ഈ പ്രക്രിയ. സ്വപ്നങ്ങൾക്ക് പലപ്പോഴും ലോജിക് ഇല്ലാത്തതുപോലെ തോന്നുന്നതും അതുകൊണ്ടാണ്. ലോജിക് നിയന്ത്രിക്കുന്ന ഭാഗങ്ങൾ കുറച്ച് സജീവമാകുമ്പോൾ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങൾ കൂടുതൽ സജീവമാകുന്നു. ഇതിനു പുറമെ ആക്ടിവേഷൻ സിന്തസിസ് ഹൈപ്പോതെസിസ് എന്ന സിദ്ധാന്തം അനുസരിച്ച് ഉറക്കത്തിനിടെ ഉണ്ടാകുന്ന യാദർശിക സിഗ്നലുകൾ അർത്ഥം കണ്ടെത്താനുള്ള ശ്രമമാണ് സ്വപ്നങ്ങൾ. അതേസമയം സ്വപ്നം കാണുന്ന സമയത്ത് ശരീരം ഭാഗികമായി പാരലൈസ്ഡ് ആയിരിക്കും. ഇത് നമ്മുടെ സുരക്ഷയ്ക്കായി സ്വപ്നങ്ങൾ യാഥാർത്ഥ്യത്തിൽ സംഭവിക്കാതിരിക്കാൻ സഹായിക്കുന്നു. ചുരുക്കത്തിൽ സ്വപ്നങ്ങൾ വെറും കാഴ്ചകളല്ല, അത് നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഒരു നൈറ്റ് ലാബാണ്. ഓർമ്മകൾ ക്രമപ്പെടുത്തുകയും വികാരങ്ങൾ പ്രോസസ് ചെയ്യുകയും പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു.